ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നു. മലയാളവും ഇംഗ്ലീഷും പരിചയമില്ലാത്ത ഷേഖുമായി 2-3 മാസം കോട്ടക്കൽ, വെളിപ്പാടകലെയാണ് ജന്മനാടായ ചേന്നമംഗലൂർ. തൊട്ട അയൽപക്കത്തെ ഈ പ്രവാസം അന്നൊരു ഓർക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ ഷേഖുമായി ഇടപഴകി തുടങ്ങിയതോടെ എല്ലാവിധ ആശങ്കകളും അന്യത്വഭാവവും അകന്നു. മനസ്സ് പൂർണ്ണമായും മാറി. ജീവിതാവസാനം വരെ അദ്ദേഹത്തോടൊപ്പം കഴിയാൻ പ്രയാസമില്ലാത്ത മാറ്റം. പെരുമാറ്റത്തിലെ മാസ്മരികത മനുഷ്യ മനസ്സിനെ സ്പർശിക്കുന്നത് എങ്ങനെയെന്ന ആദ്യ പാഠം ഈ അനുഭവങ്ങളിലൂടെ എൻ്റെ യൗവനം വായിച്ചു തുടങ്ങുകയായിരുന്നു. 80 ദിവസത്തെ ആര്യവൈദ്യശാല ജീവിതത്തിലും പിൽക്കാലത്തുമുണ്ടായ നിരവധി ഉദാഹരണങ്ങൾ മനസ്സിൽ മായാതെ ബാക്കി നിൽക്കും. ഋഷിതുല്യനായ എസ് വാര്യരായിരുന്നു അന്ന് ചീഫ് ഫിസിഷ്യൻ. PK വാര്യരുടെ കൈകളിലായിരുന്നു അന്നും എല്ലാറ്റിൻ്റെയും കടിഞ്ഞാണ്. വിജ്ഞാനവും കുലീനതയും ചേർന്ന മധ്യവയസ്സ്. രണ്ടുപേരും ഒരുമിച്ച് റൂമിൽ വരുന്ന സന്ദർഭങ്ങളിൽ ഷേഖുമായി നടക്കുന്ന മുഖാമുഖത്തിൻ്റെ സവിശേഷത ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പരസ്പരം സംസാരിക്കാൻ ഭാഷ ആവശ്യമില്ലെന്ന് എനിക്ക് ബോധ്യമായ അത്യപൂർവ സന്ദർഭങ്ങളായിരുന്നു അത്. പുഞ്ചിരി കൊണ്ടും കരസ്പർശത്തിലെ ആത്മാർത്ഥത കൊണ്ടും മനസ്സ് വായിക്കാൻ കഴിയുന്ന വിശുദ്ധിയായിരുന്നു ഇവർക്കിടയിൽ തെളിഞ്ഞു കണ്ട ഭാഷ. അതുകൊണ്ട് തന്നെ പരിഭാഷകൻ എന്ന എൻ്റെ ജോലിക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നില്ല. പൊള്ളുന്ന വെയിലും മരവിപ്പിക്കുന്ന തണുപ്പും രൂപപ്പെടുത്തുന്ന ജീവിത പാരുഷ്യത്തെ വിശ്വാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും മന്ത്രവിദ്യ കൊണ്ട് കടഞ്ഞെടുത്ത പഴയ തലമുറയിലെ അംഗമായിരുന്നു ഷെയ്ഖ് അൻസാരി. മതഗ്രന്ഥങ്ങളിലും അറബി ചരിത്രത്തിലും അറബി കവിതയിലും അറിവിൻ്റെ ആഴം കണ്ട വ്യക്തി. ഈ 3 പേരുടെയും സംഗമം ഭിന്ന രാജ്യങ്ങളിലെ മാത്രമല്ല ഭിന്ന സംസ്കാരങ്ങളുടെ തന്നെ ലയന ഭംഗി ഉണർത്തുന്നതായിരുന്നു. 42 വർഷം മുമ്പ് ആർക്കും വിശേഷിച്ച ഒരു കേരളീയന് അങ്ങനെ കാണാൻ മാത്രമേ കഴിയുമായിരുന്നു. അന്ന് ലോക സംസ്കാരങ്ങൾക്ക് ആര്യവൈദ്യശാലയിലെ ഒരു കൊച്ചുമുറി ഏറെ വിശാലമായിരുന്നു. കാലം ഏറെ മാറിയിട്ടും ഇവിടെ ഇന്നും ആ പാരമ്പര്യം തുടരുന്നു. കേരളത്തിലേക്ക് ഷെയ്ഖിന്റെ ആദ്യ യാത്രയായിരുന്നു അത്. വിമാനം കൊച്ചിയിൽ എത്താറായപ്പോൾ താഴെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട പച്ചപ്പ് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. മനോഹരം. ആദം സ്വർഗപുരുഷനായി ഭൂമിയിലേക്ക് ഇറങ്ങും മുമ്പ് സ്വർഗത്തിൽ നിന്നൊരു പിടി മണ്ണ് കൂടെ കരുതി കാണും. അദ്ദേഹം ആ മണ്ണ് താഴേക്കിട്ടപ്പോൾ വീണത് നിങ്ങളുടെ കേരളത്തിലാണ്. ആ കാവ്യ മനസ്സിന്റെ നിരീക്ഷണം അതായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തോടൊപ്പം പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വന്തപ്പെട്ടവരുടെ ചികിത്സയ്ക്ക് സഹായിയായി വന്ന ഒരു ക്രൈസ്തവ സഹോദരി വാതിൽക്കൽ നിൽക്കുന്നു. ഞാൻ കാര്യം തിരക്കി. എനിക്ക് അങ്ങോരുടെ കൈ ഒന്ന് മുത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു. എന്തു പറയണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു. എൻ്റെ പകപ്പ് കണ്ട് ഷെയ്ഖ് എന്താണെന്ന് തിരക്കി. ആ സഹോദരിയുടെ ആഗ്രഹത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല അദ്ദേഹത്തിന്. അതിനെന്താ, ഇരുന്നിടത്ത് നിന്ന് 2 കൈപ്പടം തൻ്റെ കൈപ്പടം ശിരോവസ്ത്രം കൊണ്ട് മൂടി ആ സഹോദരിയുടെ നേരെ നീട്ടി. അവർ ആ കയ്യിൽ ചുംബിച്ചു. സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ഓടുമേഞ്ഞ പഴയ കെട്ടിടത്തിൽ താഴെ നിലയിലായിരുന്നു ഷെയ്ഖിന്റെ മുറി. ആ സ്ത്രീയുടെ താമസം നേരെ എതിർവശത്ത് 1-ാം നിലയിലും. ചികിത്സ നടക്കാത്ത പകൽ സമയങ്ങളിലെല്ലാം കോലായിലെ ചാരുകസേനയിൽ ഇരുന്ന് കവിതകൾ പാടുകയും ജപകീർത്തനങ്ങൾ ഉരുവിടുകയും ചെയ്യുന്ന ഷെയ്ഖിനെ അവർ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ പുണ്യാത്മാവായി കണ്ടതായിരിക്കും അവരുടെ സ്വപ്നത്തിന് കാരണം. തേജസ്സാർന്ന മുഖത്ത് തെളിഞ്ഞു നിന്ന നിഷ്കളങ്കമായ പുഞ്ചിരി ആ മട്ടിലുള്ള ആലോചന ഉയർത്തുന്നതായിരുന്നു. സന്ദർശകരുടെ നിലക്കാത്ത പ്രവാഹവും പലതരം ആവശ്യക്കാരുടെ അപേക്ഷകളും എങ്ങനെ നിയന്ത്രിക്കണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു. 80 ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്ക് അദ്ദേഹം ആര്യവൈദ്യശാലയിലെ ഒരംഗമായും ആര്യവൈദ്യശാല കേരളത്തിലെ അദ്ദേഹത്തിന്റെ തറവാട് വീടായും മാറിക്കഴിഞ്ഞിരുന്നു. PK വാര്യരും S വാര്യരും സഹപ്രവർത്തകരും ഈ ആത്മബന്ധം അംഗീകരിച്ചുകൊണ്ട് ഇവിടെ മുറ്റത്ത് അദ്ദേഹത്തിന് മാത്രമായി കഥകളി അവതരിപ്പിക്കുകയുണ്ടായി. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം സുഹൃതികൾ, ഗൾഫുകാർ, മറ്റു ദേശങ്ങളിലെ സുഹൃത്തുക്കൾ എന്നിങ്ങനെ പലരോടും ആര്യവൈദ്യശാലയിലെ ചികിത്സാ രീതിയുടെ മെച്ചത്തെക്കുറിച്ച് അദ്ദേഹം നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു. പലരെയും ഇവിടേക്ക് പറഞ്ഞയച്ചു. അപ്പോഴൊക്കെ ഒരു കാര്യം ഉണർത്താൻ മറന്നില്ല. പുതിയ തലമുറയ്ക്ക് യോജിക്കുന്ന വിധത്തിലുള്ള കെട്ടിട സൗകര്യങ്ങൾ പ്രതീക്ഷിക്കരുത്. ചികിത്സയാണ് നിങ്ങൾക്ക് പ്രധാനമെങ്കിൽ. പുതിയ തലമുറയുടെ ജീവിത രീതി മാറിയതാണെന്ന് അദ്ദേഹം നന്നായി തിരിച്ചറിഞ്ഞിരുന്നു. ഞങ്ങൾ കോട്ടക്കലെത്തിയ ആദ്യ ദിവസം തന്നെ അദ്ദേഹം ചോദിച്ചത് ഉദാഹരണം: അബ്ദുറഹ്മാൻ, ഞാൻ മരുഭൂമിയിൽ വളർന്നവനാണ്. എനിക്ക് ഈ മുറിയിലെ സൗകര്യം മതി. പക്ഷെ എൻ്റെ മക്കൾ അവരെന്ത് ചെയ്യും? പാതിരാവിൽ 1 മണിക്ക് കൊച്ചിയിൽ നിന്ന് കോട്ടക്കൽ വരെ അസനാജി JDT ഏർപ്പെടുത്തിയ നിരവധി സ്വീകരണ യോഗങ്ങൾ കഴിഞ്ഞ് പരവശരായി എത്തിയതായിരുന്നു ഞങ്ങൾ.
പുതിയ അറബി തലമുറക്ക് അന്നത്തെ റൂമിലെ സൗകര്യം വളരെ പരിമിതമായി തോന്നുക സ്വാഭാവികം. ഉടൻ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. ഹോട്ടൽ മഹാറാണിയിൽ ചെന്നുറങ്ങി. പിറ്റേന്ന് അതേ മുറിയിൽ തന്നെ വന്ന് താമസിച്ച് ചികിത്സ തുടങ്ങി. മക്കളൊരാഴ്ച കഴിഞ്ഞ് തിരിച്ചുപോയി. പിതാവിന്റെ സുരക്ഷ എന്നെ ഏൽപ്പിച്ചു. അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ ആര്യവൈദ്യശാല കുടുംബം ഒന്നായി ശ്രദ്ധിച്ചു. ഇന്ന് ആര്യവൈദ്യശാല ഏത് നാട്ടുകാരെയും ഉൾക്കൊള്ളാൻ മാത്രം വളർന്നു കഴിഞ്ഞു. ഷെയ്ഖിന്റെ സന്ദർശനം ദയാപുരം കേരളത്തിന്റെ ആരംഭത്തിന്റെയും വികാസത്തിന്റെയും നിമിത്തം കൂടിയായിരുന്നു. ദയാപുരം തുടങ്ങാൻ അനുവദിക്കണമെന്ന അപേക്ഷയുമായി സുഹൃത്തുക്കളായ PP ഹൈദരാജിയും PA അബൂബക്കറും ഒന്നിച്ച് ഷെയ്ഖിനെ ചെന്ന് കണ്ടത് ഈ ബന്ധത്തിന്റെ ബലത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ പിതാവ് മനസ്സിൽ താലോലിച്ച ഈ രണ്ട് കേന്ദ്രങ്ങളെയും ഒന്നുകൂടി ബന്ധിപ്പിക്കാനായി കേരളത്തിലെ സ്വന്തം തറവാട്ടിലെത്തിയിരിക്കുന്നു. തീർച്ചയായും ഇത് ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും മാത്രം യോഗ്യതയാർന്ന മുഹൂർത്തമാണ്. MTയും PK വാര്യരും ആര്യവൈദ്യശാല കുടുംബവും ദയാപുരം ഫാമിലിയും ഇരു സ്ഥാപനങ്ങളുടെയും അഭ്യുദയകാംക്ഷികളും നേതാക്കളും എല്ലാം ഒന്നു ചേരുമ്പോൾ ഈ സന്ദർഭം അനുഗ്രഹീതമായ ചരിത്ര നിമിഷമായി മാറുന്നു. 1989 ഒക്ടോബർ 15 ഞായറാഴ്ച ഷെയ്ഖ് അൻസാരി ദിവംഗതനായി. ലണ്ടനിലെ ഒരു ആശുപത്രിയിലായിരുന്നു അന്ത്യം. മരണത്തിന്റെ കാലൊച്ച അടുത്തു വരുന്നത് അറിഞ്ഞ പോലെയായിരുന്നു അന്ന് പ്രഭാതം മുതൽ അദ്ദേഹം പെരുമാറിയത്. അപ്പോഴും പതിവ് പോലെ ഉന്മേഷവാനായിരുന്നു. മുഖത്ത് രോഗപീഠയുടെ ലക്ഷണമൊന്നുമില്ല. എഴുന്നേറ്റ് പ്രഭാത നമസ്കാരം കഴിഞ്ഞ് കുളിച്ച് തൂവെള്ള വസ്ത്രമണിഞ്ഞു. സുഗന്ധം പൂശി ഖുർആൻ പാരായണം ചെയ്തു. കഅബക്ക് അഭിമുഖമായി കട്ടിലിൽ ഇരുത്താൻ ആവശ്യപ്പെട്ടു. താൻ ഇന്നേ ദിവസം സൃഷ്ടാവിനെ കണ്ടുമുട്ടുമെന്ന് പറഞ്ഞു. ഇത് കേട്ട മക്കളും ബന്ധുക്കളും ഷെയ്ഖിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും ദീർഘായുസായിരിക്കുമെന്നും ഉണർത്തി. ഡോക്ടറും ആ ആരോഗ്യസ്ഥിതിയിൽ പൂർണ്ണ സംതൃപ്തി അറിയിച്ചു. പക്ഷേ അന്നേ ദിവസം തന്നെ തന്റെ വേർപാട് സംഭവിക്കുമെന്ന് ഷെയ്ഖ് തറപ്പിച്ചു പറഞ്ഞു. ഡോക്ടർ അന്തം വിട്ടു. വൈദ്യശാസ്ത്രത്തെ സാക്ഷ്യപ്പെടുത്തിയുള്ള സാന്ത്വനം വെറുതെയായിരുന്നു. ലണ്ടനിലേക്ക് ഷെയ്ഖിനൊപ്പം പോയ ചിലർ ആശുപത്രിയുടെ സമീപം ഒരു ഹോട്ടലിലായിരുന്നു താമസം. അവരെ വിളിച്ചു വരുത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഷെയ്ഖ് ശാന്തനായി കട്ടിലിൽ ഇരിക്കുന്നത് അവർ കണ്ടു. മുഖം പ്രസന്നം. അവരെ നോക്കി അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാഥനുമായുള്ള സംഗമത്തിന് സ്വാഗതം. എല്ലാ മനുഷ്യനും നിശ്ചയിക്കപ്പെട്ട ദൈവേച്ഛയാണ് മരണം. എൻ്റെ മരണം ഇന്ന് നടക്കും. ആരും കരയരുത്. ഒന്നും സംഭവിക്കുകയില്ലെന്ന് ആശ്വസിപ്പിക്കാൻ എല്ലാവരും കഴിവ് ശ്രമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹമാവട്ടെ തൻ്റെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയും, നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് ഞാൻ കാണുന്നു. മരണത്തിൻ്റെ ഭയാനകതയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അദ്ദേഹം വീണ്ടും പ്രാർത്ഥനയിൽ മുഴുകി. അതിനിടയ്ക്ക് ഡോക്ടർ പരിശോധിക്കാൻ വന്നു. എല്ലാവരെയും അദ്ദേഹം മുറിക്ക് പുറത്തു നിർത്തി. ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയ്ക്ക് അവകാശമില്ലെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ വീണ്ടും ശ്രമിച്ചു. പക്ഷേ ഡോക്ടർക്ക് തെറ്റി. ആശ്വാസ വാക്കുകൾക്ക് ഇടയിൽ തന്നെ അത് സംഭവിച്ചു. സ്തംഭിച്ചു നിന്ന ഡോക്ടർ പതുക്കെ വാതിൽ തുറന്ന് അറിയിച്ചു, ഷെയ്ഖ് പുഞ്ചിരിയോടെ വിടയായിരിക്കുന്നു. ആ മുഖത്ത് സന്തോഷവും പ്രകാശവും ജ്വലിച്ചു നിൽക്കുന്നു. അത്ഭുതം. സഫലമായ ഒരു ജന്മത്തിന്റെ അവസാനം. കേരളമടക്കം പല നാടുകളിലെയും ജനലക്ഷങ്ങളുടെ മനസ്സിൽ ഇന്നും അദ്ദേഹം ഓർമ്മകളിലൂടെ ജീവിക്കുന്നു. ഓർമ്മകളാണ് വാസ്തവത്തിൽ ജീവിതം. വിശേഷിച്ച് വാർദ്ധക്യത്തിന്റെ ഊന്നുവടി ഓർമ്മകളാണ്. കെട്ടി നിൽക്കുന്ന ഓർമ്മകളുടെ തടാകത്തിൽ നീന്തുന്ന അനുഭവമാണ് വാർദ്ധക്യകാല ജീവിതമെന്ന് തോന്നുന്നു. അനിവാര്യമായ ഒരു കാവ്യാനുഭവം പോലെ. ഗൃഹാതുരത്വം ഉണർത്തുന്ന ദുഃഖസാന്ദ്രമായ മാധുര്യം ഒരു വശം, മധുരം പുരട്ടിയ കയ്പ് മറുവശം. രണ്ടും ഒപ്പം ആസ്വദിച്ചുകൊണ്ടാണ് ഓരോ ജീവിതവും അവസാനിക്കുന്നത്. എന്നാൽ സമ്പന്നമായ ഓർമ്മകൾ നൽകുന്ന സംതൃപ്തി മാത്രമാണ് സാഫല്യമെന്ന് മുൻകൂട്ടി തിരിച്ചറിയുന്നവരാണ് ജ്ഞാനികൾ. അവരാണ് ഭാഗ്യവാന്മാർ. പ്രാർത്ഥനയോടെ നന്ദി കൊടുക്കുക. ഗതാഗതത്ത് പത്രാധിപർ എന്നീ നിലകളിൽ MT നൽകിയ സംഭാവനകൾ മലയാളികൾ നെഞ്ചേറ്റിയെന്നാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സാഹിത്യ സിനിമാ പുരസ്കാരങ്ങളും സിവിലിയൻ ബഹുമതികളും തേടിയെത്തിയിട്ടുള്ള MT എന്നും ദയാപുരത്തിൻ്റെ മനസ്സ് കണ്ടറിഞ്ഞ് ഒപ്പം നിന്നിട്ടുണ്ട്. ദയാപുരത്തെ പരിപാടികളിൽ പങ്കെടുക്കാനും പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള സന്മനസ് ശ്രീ MT കാണിച്ചിട്ടുണ്ട്. ശ്രീ PK വാര്യർക്ക് ഈ പുരസ്കാരം നൽകാൻ ഈ അനർഘ നിമിഷത്തിൽ ശ്രീ MT വാസുദേവൻ നായർ നമ്മോട് കൂടിയുണ്ട് എന്നതൊരു മഹാഭാഗ്യമാണ്. പുരസ്കാരം നൽകുന്നതിന് മുമ്പായി സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ ശ്രീ MT സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. Thank you, Abdul Rahim sir, for giving us the reminiscence and how the relation is rooted with a soul-searching journey. A man
letters, an incorrigible humanist, Mr. M.T. Vasudevan Nair straddled different areas and excelled in each one of them. The master storyteller extraordinary, enchanted us with the films like Nirmalyam, Oruvadakkan Veeragatha, Sugridam, and the list goes on. He was awarded the highest literary award in India, Jnanapith, in 1995 for his overall contribution to Malayalam literature. I am happy to share that M.T. Sir always encourages and partakes in all the activities of Dayanam. That is a wholehearted involvement. So it's our great honor that M.T. Sir is with us in this graceful moment. May I request you, sir, to speak a few words and your close relationship and closeness to Padma Bhushan Dr. P.K. Walia. ബഹുമാനപ്പെട്ട P.K. വാര്യർ, അധ്യക്ഷ സ്ഥാനത്തുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ബഷീർ, ഇന്നിവിടെ വിശിഷ്ടാതിഥിയായി എത്തിയ അബ്ദുൽ അസീസ് അൻസാരി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദയാവരത്തിലെ അംഗങ്ങളെ, വളരെ പ്രിയപ്പെട്ട ഒരു നിമിഷമാണിത്. കാരണം ഇതിൻ്റെ ചരിത്രം ബഷീറും മറ്റും വന്ന് പറഞ്ഞപ്പോൾ, ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നതിൻ്റെ ചരിത്രം വന്നു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രോട്ടോക്കൽ വഴി പോകുന്നുണ്ട് P.K. വാര്യരെ കണ്ട് സംസാരിക്കും. ഈ നമുക്ക് ഓർമ്മകളുടെ അല്പായുസ് ധാരാളം വന്നൊരു കാലമാണ്. പലതും മറന്നുപോകും, പല കാര്യങ്ങളും മറക്കാതിരിക്കേണ്ട കാര്യങ്ങളടക്കം മറന്നു. ആ സമയത്താണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ നിന്ന് ചികിത്സയ്ക്കായി ഒരു ഷെയ്ഖ് വന്നു, ഇവിടെ താമസിച്ചു, ചികിത്സിച്ചു. അദ്ദേഹം തിരിച്ചു പോയിട്ട് കാണുന്ന ആ പ്രദേശത്തെ സുഹൃത്തുക്കളോടൊക്കെ തൻ്റെ അനുഭവം പറയുകയും ഈ സ്ഥാപനം എളിയ നിലയിലുണ്ടായിരുന്ന അന്നത്തെ ഈ സ്ഥാപനത്തിൻ്റെ ആന്തരികമായ മഹത്വത്തെപ്പറ്റി പലരോടും പേർത്തും പറയുകയൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ അധ്യാപകരും വിദ്യാർത്ഥികളും ആ ബന്ധത്തിൽ. ഞാൻ ഇന്നാളുടെ സ്റ്റുഡൻ്റായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നാളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അധ്യാപകനായാലും വിദ്യാർത്ഥിയായാലും വളരെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു വികാരമാണ്, ഒരു ഓർമ്മയാണ്. അതേപോലെ തന്നെയാണ് വൈദ്യൻ രോഗി. ഞാൻ അദ്ദേഹം എന്നെ ചികിത്സിച്ചിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തെ ചികിത്സിച്ചിട്ടുണ്ട് എന്ന് വൈദ്യൻ മറ്റും വിചാരിക്കുന്നത്. ആ ഒരു ബന്ധമുണ്ടല്ലോ, അത് മറ്റൊരു മേഖലയിലും ഞാൻ കണ്ടിട്ടില്ല അത്രത്തിൽ. അതൊന്ന് വിദ്യാഭ്യാസത്തിൽ, മറ്റൊന്ന് ഈ ചികിത്സാ രംഗത്ത്. അതുകൊണ്ട് ഷെയ്ഖ് അൻസാരി ഇവിടെ വന്ന് താമസിച്ച് ചികിത്സിച്ച് സുഖം പ്രാപിച്ചു പോയത് ആ ഓർമ്മ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം കൊണ്ടുകളഞ്ഞിരുന്നു. ഞാനിത് വന്ന് ആശങ്കയോടുകൂടി സമയവും കാര്യങ്ങളും ഒക്കെ P.K. വാര്യരുടെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൊല്ല ഏതാണെന്ന് ഓർമ്മയില്ല, അൻസാരി വന്ന് ചികിത്സിച്ചേക്ക് ഓർമ്മ. എന്തൊരു അത്ഭുതം. ഞാൻ അവിടെ എത്തിയിട്ട് ബഷീറിനോട് പറഞ്ഞു, അദ്ദേഹത്തിന് ഇവിടെ വെച്ച് നടത്തിയാൽ സന്തോഷം, നിങ്ങൾ അദ്ദേഹത്തിന് മക്കളായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ P.K. വാര്യരെ സംബന്ധിച്ചിടത്തോളം അനേകം ബഹുമതികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ തേടുന്നു, എന്നും വന്നുകൊണ്ടിരിക്കുന്നു. അതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബഹുമതി, അല്ലെങ്കിൽ ഇതൊരു ആദരവ് അർപ്പിക്കലാണ്. ബഹുമതി എന്നത്
ഒരു നന്ദി പ്രകടനമാണ്. തനിക്ക് ജീവിതത്തിൻ്റെ സ്വാസ്ഥ്യം വീണ്ടുകിട്ടാൻ സഹായിച്ചതിനുള്ള വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അനുഭവത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും ഒരു നന്ദി പ്രകാശനമായിട്ട് ആണ് ഞങ്ങളെല്ലാവരും ഈ പുരസ്കാര സമർപ്പണത്തെ കാണുന്നത്. ഇതിന് പങ്കെടുക്കാൻ എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഷെയ്ഖ് അൻസാരിയുടെ ജീവിത ചിത്രം ഏകദേശം എനിക്ക് കിട്ടി. അദ്ദേഹം ഈ വ്യാപനം എന്ന് പറയുന്ന സ്ഥലമുണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഭക്ഷണമില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, ചികിത്സയില്ലാതെ ഏത് പ്രദേശം, മതം ഇതിനൊക്കെ അപ്പുറത്ത് മനുഷ്യർ കഷ്ടപ്പെടാൻ പാടില്ല എന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യം അദ്ദേഹം വന്നു നമ്മുടെ മുമ്പിൽ വയ്ക്കുകയുണ്ടായി. അപ്പം അതൊരു മഹത്വത്തിൻ്റെ, ഒരു മനസ്സിൻ്റെ രേഖപ്പെടുത്തലാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം ഡോക്ടർ പി കെ വാര്യർ എന്നെ ചികിത്സിക്കുന്ന ആളെന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിൽ നിന്ന് ധാരാളം പ്രചോദനവും ആവേശവും ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ. അപ്പം അദ്ദേഹത്തിനോടുള്ള എൻ്റെ ഒരു നന്ദി പ്രകടനം കൂടി ഇതിൽ അടങ്ങി.